നമസ്കാരം. പ്രധാന വാർത്തകൾ. മാരാമൺ കൺവെൻഷൻ യുവജന സഖ്യം യുവവേദി പരിപാടിയിൽ നിന്ന് വി.ഡി. സതീശനെ ഒഴിവാക്കി. കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മൂലമാണ് വി.ഡി. സതീശനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇടതുപക്ഷ അനുഭാവമുള്ള യുവജന സഖ്യം കമ്മിറ്റി അംഗങ്ങൾ സതീശനെ അതിഥിയായി ക്ഷണിച്ചത് എതിർത്തതായാണ് സൂചന. ഫെബ്രുവരി 15-നാണ് യുവവേദിയുടെ പരിപാടി നടക്കുക. ഈ പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായി വി.ഡി. സതീശനെ ഉൾപ്പെടുത്തേണ്ട എന്നാണ് മാർത്തോമാ സഭയുടെ തീരുമാനം. യൂണിറ്റ് സെക്രട്ടറിക്ക് SFI ഏരിയ നേതാക്കളുടെ മർദ്ദനം. പയ്യന്നൂർ നെസ്റ്റ് കോളേജിലാണ് സംഭവം നടന്നത്. യൂണിറ്റ് സെക്രട്ടറി അക്ഷയ് മോഹനാണ് മർദ്ദനമേറ്റത്. കോളേജ് യൂണിയൻ ഫണ്ടിൽ നിന്നും ഒരു ഭാഗം ഏരിയ കമ്മിറ്റിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ തയ്യാറാകാത്തതാണ് മർദ്ദനത്തിന് കാരണം. യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ വെച്ചായിരുന്നു യൂണിറ്റ് സെക്രട്ടറിയെ മർദ്ദിച്ചത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയപ്പോഴും ഏരിയ നേതാക്കൾ വളഞ്ഞിട്ട് മർദ്ദിച്ചതായാണ് ആരോപണം. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. കോളേജ് മാനേജ്മെന്റ് ചെയർമാന് നേരെയും SFI നേതാക്കളുടെ കയ്യേറ്റമുണ്ടായി. ചെയർമാനെ അസഭ്യം പറയുകയും ചെയ്തു. അതേസമയം മർദ്ദന വിവരങ്ങൾ പുറത്തു വന്നതോടെ വിഷയം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണ് CPM ഏരിയ നേതാക്കൾ ഇടപെട്ട് മധ്യസ്ഥതയ്ക്ക് ശ്രമം നടത്തുന്നു. ഇന്ന് പെരളം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ മധ്യസ്ഥ ചർച്ച നടക്കും. സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ചു. നിയന്ത്രണം വിട്ട ബസ് മതിലിലേക്ക് ഇടിച്ചു കയറി. 3 പേർക്ക് പരിക്ക്. സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 2 പേർക്കും ബസ് ഡ്രൈവർക്കും പരിക്കേറ്റു. കൊല്ലം പത്തനാപുരം വാഴത്തോപ്പിലാണ് അപകടം നടന്നത്. കാറിലിടിച്ച ശേഷം ബസ് സമീപത്തെ മതിലിടിച്ച് തകർത്താണ് നിന്നത്. പുനലൂർ പത്തനാപുരം റോഡിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന ദമ്പതികളായ സനീഷ്, അജിത എന്നിവർക്കും ബസ് ഡ്രൈവർ ലാലുവിനുമാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സനീഷിനെയും ലാലുവിനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അജിതയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷപ്പുല്ല് തിന്ന് 4 പശുക്കൾ ചത്തു. തൃശൂരിൽ വിഷപ്പുല്ല് തിന്ന് 4 പശുക്കൾ ചത്തു. തൃശൂർ വെള്ളപ്പായ ചൈന ബസാറിലാണ് 4 പശുക്കൾ ചത്തത്. വേനൽ പച്ച ഇനത്തിലെ പുല്ലാണ് പശുക്കൾ തിന്നത്. മഞ്ഞുകാലത്ത് പൂവുണ്ടാകുന്ന പുല്ലാണ് വില്ലനായത്. ഈ പൂവിട്ട പുല്ല് തിന്ന പശുക്കളാണ് ചത്തതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം പശുക്കൾ ചത്ത സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചത്ത പശുക്കളെയും പരിശോധിച്ചു. ചൈന ബസാറിലെ ക്ഷീരകർഷകനായ രവിയുടെ 4 പശുക്കളാണ് ചത്തത്. പശുക്കളുടെ പോസ്റ്റ്മോർട്ടത്തിൽ വിഷപ്പുല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. മഞ്ഞുകാലത്ത് പൂവുണ്ടാകുന്ന ഇത്തരം വിഷപ്പുല്ലുകൾ പശുക്കൾ കഴിക്കാതിരിക്കാൻ ക്ഷീരകർഷകർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വെറ്റിനറി ഡോക്ടർമാർ അറിയിച്ചു. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്നാണ് കസബ പോലീസ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ കേസെടുത്തത്. കേസിൽ നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തള്ളിയിരുന്നു. കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു പരാതി. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടിയിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നാലെ ജയചന്ദ്രൻ ഒളിവിൽ പോയി. അന്നു മുതൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും നടനെ പിടികൂടാനായിട്ടില്ല.